മലപ്പുറത്ത് പുതിയ +2 ബാച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി മെയ് 21-ന് അങ്ങാടിപ്പുറത്ത് പ്രതിഷേധാഗ്നി സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് SSLC റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. SSLC റിസൾട്ട് വന്നതിന് ശേഷം മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതലായിക്കൊണ്ട് A+ കിട്ടിയ ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. ഈ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള +1 സീറ്റിന്റെ അപര്യാപ്തത ഇവിടെ നിലനിൽക്കുകയാണ്. മാത്രമല്ല, ഓരോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി +1 പുതിയ ബാച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരപ്രക്ഷോഭവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയും +1 പുതിയ ബാച്ചുകൾ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭവുമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങാടിപ്പുറം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 1068 കുട്ടികളാണ് പഞ്ചായത്തിലെ SSLC പാസ്സായിട്ടുള്ള കുട്ടികൾ. എന്നാൽ പഞ്ചായത്തിലെ +2 സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 520 സീറ്റുകളാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകളിലായി ഇന്നുള്ളത്. ഇവിടെ ഹയർ സെക്കൻഡറി കൊണ്ടുവന്ന സമയത്ത് സർക്കാർ പറഞ്ഞിരുന്നു, അതത് പഞ്ചായത്തുകളിലെ കുട്ടികൾക്ക് അതത് പഞ്ചായത്തുകളിൽ തന്നെ ഹയർ സെക്കൻഡറിക്ക് പഠിക്കുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുമെന്ന്. എന്നാൽ നാളിതുവരെയായിട്ടും ഇത് ഒരുക്കി കൊടുക്കുവാന് സംസ്ഥാന സർക്കാരിന് കഴിയാതെ പോയിട്ടുണ്ട്. മാത്രമല്ല, മലബാറിലെ വിദ്യാഭ്യാസ പ്രതിസന്ധിയെ കുറിച്ചുകൊണ്ട് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് സർക്കാർ നിയമിച്ച കാർത്തികേയൻ നായർ അധ്യക്ഷനായിക്കൊണ്ട കമ്മിറ്റി അതിന്റെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. ആ റിപ്പോർട്ട് പുറത്തുവിടാനോ ആ റിപ്പോർട്ടിന്മേൽ തുടർ നടപടി സ്വീകരിക്കുവാനോ ഇടതുപക്ഷ സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ +1 ബാച്ചുകൾ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തില് മെയ് 21-ാം തീയതി ചൊവ്വാഴ്ച അങ്ങാടിപ്പുറം ടൗണിലെ വ്യത്യസ്തമായ യുവജന രാഷ്ട്രീയ പ്രതിനിധികൾ കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധാഗ്നി നടക്കുകയാണ്. ഈ പ്രതിഷേധാഗ്നിയിലേക്ക് മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഹാർദവമായി കൊണ്ട് സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രതിഷേധാഗ്നിയുടെ ഉദ്ഘാടനം മലപ്പുറത്ത് പുതിയ +2 ബാച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭ സമരത്തിന്റെ ഭാഗമായി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി മെയ് 21 വൈകുന്നേരം 4 മണിക്ക് അങ്ങാടിപ്പുറം ടൗണിൽ പ്രതിഷേധാഗ്നി സംഘടിപ്പിക്കും. 10ാം ക്ലാസ് പരീക്ഷാ റിസൾട്ട് വരുമ്പോഴെല്ലാം മലപ്പുറം ജില്ലയിൽ +1 പഠിക്കാൻ സീറ്റില്ലാത്തതിന്റെ പ്രശ്നങ്ങളും ഉയർന്നു വരുന്നു. മുഴുവൻ വിഷയങ്ങളിലും A+ ഉണ്ടായിട്ടും സർക്കാർ എയ്ഡഡ് മേഖലയിൽ സീറ്റ് കിട്ടാത്ത കുട്ടികൾ ധാരാളമുണ്ട്. താൽക്കാലിക പരിഹാരം എന്ന നിലക്ക് സർക്കാർ അനുവദിക്കുന്ന സീറ്റ് വർധനയല്ല, മലപ്പുറത്തിന് വേണ്ടത് പുതിയ ബാച്ചുകളാണ്. സീറ്റ് വർധനയിലൂടെ ഒരു ക്ലാസ്സിൽ 70-75 കുട്ടികൾ തിങ്ങിഞ്ഞെരുങ്ങിയിരിക്കുന്ന പഠിക്കേണ്ട അവസ്ഥയാണുള്ളത്. അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ +1 സീറ്റുകളുടെ കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ആകെയുള്ള +1 സീറ്റുകളുടെ എണ്ണം 520 ആണ്. എന്നാൽ ഈ പഞ്ചായത്തിൽ നിന്നും 10ാം ക്ലാസ് പാസ്സായ കുട്ടികളുടെ എണ്ണം 1068 ആണ്. ബാക്കിയുള്ള കുട്ടികളടക്കം 548 കുട്ടികൾ എവിടെ പഠിക്കും? തൊട്ടപ്പുറത്ത് കിടക്കുന്ന പഞ്ചായത്തുകളിലും അവസ്ഥകൾ ഇതുപോലെ തന്നെയാണ്. മലപ്പുറം ജില്ലയിൽ +1 പ്രതിസന്ധിക്ക് പരിഹാരമായ പുതിയ ബാച്ചുകൾ അനുവദിക്കാൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറാകണമെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് അലി വലമ്പൂർ, സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട്, ഫ്രറ്റേണിറ്റി മങ്കടമണ്ഡലം ആക്ടിംഗ് പ്രസിഡന്റ് ഇക്സാൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട വിഭവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.